ഇഷ്ടപ്പെട്ടോ? ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും പിന്നെ ബാക്കി വീടിൻ്റെ അപ്ഡേഷൻസും പണികളുടെ കാര്യങ്ങളും പിന്നെ മക്കളുടെ വിശേഷങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കുറച്ച് മനുഷ്യത്വപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ ഏതറ്റം വരെ എത്ര നികൃഷ്ടമായ രീതിയിൽ അവഹേളിക്കാനും വേദനിപ്പിക്കാനും പറ്റും എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് കമൻറ്റ് കണ്ടാലും നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണെന്നറിയോ? ഞാൻ എൻ്റെ ലൈഫിലെ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു, ഓപ്പണായിട്ട് പറയുന്നില്ല, ഞങ്ങൾക്കത് അറിഞ്ഞേ തീരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ പലതും മോഹിച്ച് നിന്നെ ഭയങ്കര മോശമായ രീതിയിൽ വേദനിപ്പിക്കും എന്ന് അവർ ഓപ്പണായിട്ട് പറയാണ്. പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ പറയുമ്പോൾ പരദൂഷണം, മേഷണി, കുന്നായ്മ, കുറ്റങ്ങളൊക്കെ ആരും അറിയാതെയൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ ഇപ്പം അത് ഓപ്പണായിട്ട് പറയുന്നതിലും ഒരു അഭിമാനമുള്ളൊരു കൂട്ടം സ്ത്രീകൾ. എന്താ ഞാൻ പറയാം, കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ മക്കളെയും വെച്ച് സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പലതും ഹൈഡ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ അതിന് പോലും ഒരിക്കലും സമ്മതിക്കൂല എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോരുത്തർ മനഃപൂർവ്വം പുതിയ ഐഡിയ ഒക്കെ ഉണ്ടാക്കി വന്നിട്ട് 35 കമൻസൊക്കെ സ്പോട്ടിലൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലക്ഷ്യത്തിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയതാണ്. അപ്പോൾ അതേ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ കുഴിപ്പണിയാരം എന്ന് പറയും കേട്ടോ. നമ്മുടെ മാവിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയ സമയത്ത് നമ്മുടെ ചാർജറിന് ലൈറ്ററിന് ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് എനിക്ക് ഈ നമ്മുടെ ഷെൽഫിനൊക്കെ ഹാൻഡിൽസ് സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പോവാണ് കേട്ടോ. അതിന് ശേഷം വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളെ കാണാതെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് അവിടെ പോയി സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ അത്ര ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വന്നു കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും ഇതേ ദോശ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇച്ചു ബേബിക്ക് ഹെയ്സൂനും ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ ദോശ ചൂടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈറ്റർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുക. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റർ കിട്ടും. അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് മാത്രമേ ഞാൻ ചാർജിന് വെച്ചുള്ളൂ. അപ്പോഴേക്കും അത്യാവശ്യം നല്ല ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഒരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഓയിൽ ചൂടാവാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് തലേ ദിവസം ഒരു 2 ദിവസമൊക്കെ ആട്ടി വെച്ച മാവുണ്ട്. പക്ഷേ ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഞാൻ മുമ്പും ഇതിൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ചൈനയിൽ പോയ സമയത്ത് ഈ സെയിം റെസിപ്പി സെയിം സാധനം ഞാൻ അവിടെ നിന്ന് കഴിച്ചു. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നൊന്നും എവിടെ എത്തൂല. കാരണം അതിനൊരു മീനിൻ്റെ ടേസ്റ്റും നോൺ വെജ് ആയിരുന്നു. അതിൽ മീനിൻ്റെ എന്തൊക്കെയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നമ്മുടെ ഉള്ളിത്തോലില്ലേ അതുപോലെ മുകളിൽ എന്തോ ഇട്ടു കേട്ടോ. അത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് പറയുക. ഇപ്പോഴും വായനകത്ത് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അതൊരു സ്ട്രീറ്റ് ഫുഡായിരുന്നു. പുറത്ത് ഒരു ലേഡി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം അങ്ങനത്തെ മീനോ കാര്യങ്ങളോ ചിക്കനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെജായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ അവിടെ നിന്നൊക്കെ കഴിച്ച കുറേ ഫുഡൊക്കെ ഇവിടെ നിന്ന് നമ്മൾ ട്രൈ ചെയ്യണമെന്നൊക്കെ കുറേ പ്രാവശ്യം വിചാരിച്ചിരുന്നതാണ്. ഇച്ചു ബേബി ചേന കണ്ടിട്ട് അത് പറയാതെ കേട്ടോ. എന്താണ് എന്താണ് അയച്ച പോലെടാ പോലെടാ എന്തെങ്കിലും പറയടാ. ചേനയുടെ ആ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അവൾ എന്തോ വികൃത സാധനമാണ്, വൃത്തിയില്ലാത്ത എന്തോ സാധനമാണെന്ന് പറഞ്ഞിട്ട് അതിനെ ബേ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇവർക്ക് പൊതുവെ ഇപ്പോൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഉപ്പേരി അതുപോലെയുള്ള വെജിറ്റബിൾസ് ഒന്നും ഇവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ അതിൽ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവന്നാലേ അവരത് കഴിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീരെ പറ്റില്ല. എല്ലാ കുട്ടികളെയും പോലെ തന്നെ. ചിലർ മുമ്പ് പറയായിരുന്നു സിലുവിൻ്റെ മക്കൾ എല്ലാ വെജിറ്റബിൾസും കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് അത് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവർ കഴിക്കുന്നത്. അച്ഛന് കൊടുക്കാം എന്നിട്ട് കുട്ടിക്ക് അടുത്ത്. ഓക്കെ, താങ്ക് യു പറയും.
പല്ല് തേക്കാനാണ് ദോശ തിന്നണ്? അയ്യേലേ. ഓക്കെ. ഹേസൻ പല്ല് തേക്കാണ്ടാണ് കഴിക്കണമെന്ന് കണ്ടോളൂ പറയായിരുന്നു കേട്ടോ. ഹേസൻ എപ്പോഴും ചൂടോടുക്ക് ദോശ വേണം. കുറച്ചൊന്ന് ലേറ്റായി കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോയി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഹേസന് ആ ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സവാള, മുളക്, പിന്നെന്തായിരുന്നു, മല്ലിയില എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ സവാള നേരിട്ട് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്രഞ്ചി ആയിട്ടുണ്ടാവും. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പറ്റാത്ത ഒരു മനുഷ്യൻ വിളിച്ചാൽ വരൂല. പല്ലേക്ക് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ പല്ലേക്കാൻ ഓടിയ ഹേസൻ. എവിടെ പല്ല്? ഈ സൂപ്പർ. അമ്മി പല്ലേച്ചാ. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷ്രെഡഡ് ചിക്കൻ ഉണ്ടാവില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇൻഷാല്ലാ നമ്മുടെ കിച്ചൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് റെസിപ്പി ആക്കി തന്നെ ഇടുന്നുണ്ട്. ഇനി നമ്മൾ സോട്ട് ചെയ്തെടുത്ത നമ്മുടെ സവാളയും മുളക് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മാവിലേക്ക് നേരിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഫ്രണ്ടാണ് പറയടാ. ഫ്രണ്ടാണ് ചു ബേബി പറയണ പോലെ പറ. ഒരാളിനെ സന്തോഷിപ്പിക്കണം. എസ് പറയ്. അറിയില്ല. എസ് പറയടാ. എസ് പറഞ്ഞുട്ടാ. എസ് പറയടാ വേഗം. അമ്മി പറഞ്ഞ അനുസരിക്കോ? അവൻ്റെ കൂടെ അത് അടുത്ത് ഷെയ്ത്താനുണ്ട്, അതാണ് അനുസരിക്കാത്തത്. എന്നാ വേഗം പറയ. എസ് ചോയ്ക്ക്. ഇച്ചു ബേബി ചോയ്ക്ക്. ഫ്രണ്ട് ഏജൻ നമ്മൾ ഫ്രണ്ടല്ലേ ചോദിക്കുന്ന, നേരത്തെ ചോദിച്ച പോലെ ചോയ്ക്ക്. പോ മിണ്ടണ്ട. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് കുറച്ചും കൂടെ അത് കണ്ടാൽ അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ടോ അതുപോലെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ നീരെടുത്തിട്ട് ഇതിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പിങ്ക് കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കാണാനും കളറും കാണാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ മാത്രമേ പിങ്ക് ഉണ്ടാവുള്ളൂ, പുറത്ത് അത്രയ്ക്ക് പിങ്കൊന്നും ഉണ്ടാവില്ല. ഞാൻ മുമ്പ് അതും റെസിപ്പി ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതുപോലെ ഈ കുഴിപ്പണിയാരം ഉണ്ടാക്കുന്ന, അതായത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു സംഭവം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതേത് നമുക്ക് കാസ്റ്റ് അയണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ കുഴിയിലും കുറച്ച് ഡ്രോപ്സ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂണോളം നമ്മുടെ മാവിൻ്റെ ഒരു മിക്സ് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളില്ലേ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിലൂടെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഒന്നും തന്നെ അറിയാതെ അതൊക്കെ നീ നുണ പറയാണ്, അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഈ അനുഭവിക്കുന്ന ആൾക്കാർ എന്താ പറയുക, ആ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര പെയിനായിരിക്കും ഉണ്ടോ. ചിലപ്പോൾ അവർക്കത് പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണമായിരിക്കാം. പക്ഷേ നീ അങ്ങനെ ഒരു കാര്യമൊന്നും അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ല, നീ വെറുതെ നുണ വെറുതെ പറയാണ്, പൈസയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, വല്ലാത്തൊരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ചിലരുടെ ഇതൊക്കെ കാണുന്ന സമയത്ത് തോന്നുന്നുണ്ട്, എന്തേ ഇവരും ഒരു മനുഷ്യനല്ലേ, എന്താണ് ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോവുക. ചില സമയം നിസ്സഹായത തോന്നും, ഇവർക്കൊക്കെ എന്ത് മറുപടി കൊടുക്കാനെന്നൊക്കെ തോന്നിപ്പോവും. പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ലൈഫിൽ അവരൊക്കെ അതുപോലെയുള്ള സംഭവങ്ങൾ ഫേസ് ചെയ്യുമ്പോഴായിരിക്കാം അതിൻ്റെയൊക്കെ ഒരു ആഴം ചിലപ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ സമൂഹത്തിന് ഇത്രയും മാത്രം ദ്രോഹം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നീ ആടുന്നത് അങ്ങനെയെന്നുള്ള കമൻറ്റൊക്കെ വരുന്ന സമയത്തേ എന്തപ്പോൾ ഞാനിതിൽ അത്രയും മോശമായിട്ട് കാണിച്ചിട്ടുള്ളത്? ഞാൻ തന്നെ സ്വയം ചിന്തിക്കാൻ, എന്തപ്പോൾ ഞാൻ മോശമായിട്ട് ഇതിൽ മാത്രം പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടും ഇവരെന്തേ ഇങ്ങനെയൊക്കെ
മനുഷ്യന്മാർക്ക് നന്നായി കൂടെ എന്നൊക്കെ തോന്നിപ്പോവും. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ബാക്കിൽ ആ ഒരു സൗണ്ട് കേൾക്കൂട്ടോ. പിന്നെ ഇതേ കുറച്ച് നേരം കഴിഞ്ഞതും നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പമല്ല കുഴിപ്പണിയാരം ഇതുപോലെ മറിച്ചിടാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടാതെ തന്നെ നമുക്ക് വരും കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതൽ പെൺകുട്ടികളോടാണ് താല്പര്യം, പെൺകുട്ടികളാണ് ഇഷ്ടം, ആൺകുട്ടികളെ തഴയണ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഉമ്മമാർക്ക് ഏത് തന്നെ ആയാലും രണ്ടും അത്രയ്ക്കും നമ്മൾ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളായിരിക്കും. നോർമലി എല്ലാവരും കേൾക്കുന്നത് ആൺകുട്ടികളോടാണ് താല്പര്യം എന്നതായിരിക്കും പൊതുവെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. പക്ഷേ എനിക്ക് വരുന്നത് എനിക്ക് ആണുങ്ങളോട് വെറുപ്പാണ്. ആണായാലും പെണ്ണായാലും എൻ്റെ മക്കളല്ലേ, എനിക്ക് അവരോട് വെറുപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? ആണുങ്ങളോട് എനിക്ക് അങ്ങനെ വെറുപ്പൊന്നുമില്ല. ചില ആണുങ്ങളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കാണുന്ന സമയത്ത് അത് നമ്മൾ എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ വൃത്തികെട്ട കമൻസും കാര്യങ്ങളും ഇടുന്നത് പെണ്ണുങ്ങളാണ്. അപ്പോൾ എനിക്ക് പെണ്ണുങ്ങളോടും വെറുപ്പുണ്ടെന്ന് പറയുന്നില്ലല്ലോ. രണ്ടിലും നല്ലതും ചീത്തയും ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ ഒരാളുടെ പ്രൈവസിയിലേക്ക് ഒരുപാട് ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറാറില്ല. അത് നമ്മുടെ മക്കളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ നീ ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയായിട്ടൊരു സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലർ പറയണില്ല ഞാനൊക്കെ ഇങ്ങനെയാണ്, ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇടൂല അപ്പോൾ നീ ഇടണ്ട എന്ന് പറയുന്ന സെഫിയാനു ഇപ്പോൾ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കടാ ലേഡി. അപ്പോൾ അതേപോലെ ഇപ്പം എൻ്റെ മക്കളുടെ കാര്യത്തിൽ പോലും ഞാൻ അങ്ങനെ ഇടപെടാത്ത ഒരാളാണ്. അതായത് ഇപ്പോൾ ഹെയ്സൂന് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ഒരു ഷൈ ആയിട്ടുള്ളൊരു ടൈപ്പാണ്. പിന്നെ ഹയാൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, അവൻ എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം അവരെ ആക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന അരമണിക്കൂർ മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ആണോ? അപ്പോൾ എൻ്റെ മക്കളെ ഞാനങ്ങനെ വേർതിരിച്ച് കണ്ടുകൊണ്ടല്ല. ഞാൻ എൻ്റെ ഹെയ്സൂനെ ഓൾവേസ് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് അള്ള തന്ന മുതലാണ് എന്നാണ് പറയുക. അത് പറയാൻ പ്രത്യേകിച്ചൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവനെ ഈ ഭൂമിയിൽ അവൻ എൻ്റെ വയറിൽ അവൻ ഉണ്ടായ ആ ഒരു സമയത്ത് അവൻ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ നിന്നും ഫൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പ്രസവിച്ചതാണ്. അപ്പോൾ അവൻ്റെ മേലെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് എനിക്ക് തോന്നും. അവനെ കാണുന്ന സമയത്തും എനിക്ക് അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ പ്രൗഡ് ഫീൽ എനിക്ക് തോന്നും. ആ കുട്ടീനോട് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. നിങ്ങൾ മോശമായിട്ട് പറഞ്ഞു എന്നല്ല, നിങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണല്ലോ കാണുന്നത്. പക്ഷെ ആക്ച്വലി എൻ്റെ ലൈഫാണ് എൻ്റെ മക്കൾ. എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി, നേടി, ഞാൻ അച്ചീവ് ചെയ്തു എന്ന് തോന്നിയിട്ടുള്ളതും ഞാൻ അഭിമാനത്തോടു കൂടെ പറയുന്നതും എൻ്റെ മക്കളാണ്. അൽഹംദുലില്ലാ, അവരെല്ലാവരും എനിക്ക് ഈക്വൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ചിലർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇഷ്ടമുണ്ടാവും. ആ ഒരു സംഭവം നമ്മളും കൂടെ മാനിക്കണമല്ലോ. പിന്നെ ഞാൻ തന്നെ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. എൻ്റെ പെൺകുട്ടികൾ 3 പേരും. പക്ഷെ ആൺകുട്ടികൾ കുറച്ച് ആക്റ്റീവ് കുറവായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇതിൽ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആൺകുട്ടിയായിട്ടുള്ള ഹയാൻ നല്ലോണം ആക്റ്റീവായിരുന്നു ചെറുതിൽ. ഇടയിൽ വെച്ചിട്ട് അവൻ ഒരു അങ്ങനെ ആയി മാറിയതായിരുന്നു. അതിനുള്ള റീസൺ ഉണ്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം. അതെനിക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഹെയ്സും ആക്റ്റീവ് തന്നെയായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടയിൽ വെച്ചിട്ട് അവൻ ആക്റ്റീവ് അല്ലാതായി മാറുമായിരുന്നു. പക്ഷേ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊന്നും ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നടക്കുന്ന ഒരു ഇതല്ല കേട്ടോ. നമ്മൾ ഉമ്മമാർക്ക് സമൂഹത്തിനോടൊരു കടമയുണ്ട്. അതിൽ മെയിനായിട്ടും ഫാദറും മദറും ഒക്കെ ചേർന്നുകൊണ്ട് മക്കളെ നല്ല നിലയ്ക്ക് വളർത്തി ഈ സമൂഹത്തിന് കൊടുക്കുന്ന സംഭാവനയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. കാരണം ഭാവി തലമുറ അവരാണ്. അവരുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും ഭാവി തലമുറ തന്നെ എങ്ങനെയാണ്. ഓരോ വീട്ടിൽ നിന്നും ഇതുപോലെയുള്ള 2ഉം 3ഉം കുട്ടികൾ പുറത്തേക്ക് വന്നിട്ടാണ് ഒരു ജനസമൂഹം ഉണ്ടാകുന്നത്. അവർ പിന്നീട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഉണ്ടാവും നമ്മുടെ മൊത്തത്തിലുള്ള ലോകത്തിൻ്റെ തന്നെ ഒരു ഇത് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ വലിയ ചില തീരുമാനങ്ങൾ എടുത്തത് പോലും എൻ്റെ മക്കളുടെ ഭാവി, അവർ ഈ സമൂഹത്തിന് നല്ലൊരു പൗരന്മാരായിട്ടും സിറ്റിസണായിട്ട് ഇറങ്ങണം, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത, ചൂഷണം ചെയ്യാത്ത, നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള,
നല്ലൊരു മനുഷ്യനായിട്ട് എൻ്റെ മക്കൾ മാറണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഓരോ വാക്കിലും നോട്ടത്തിലും ഒക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവർ കാണുന്നതും. ഓ യെസ്, ഇതാണ് ശരി. കാരണം ഓരോ ഉമ്മാനെയും മക്കൾ അവരുടെ ഹീറോയിനായിട്ടും ഒക്കെയാണ് കാണുന്നത്. അതേപോലെ പിതാവിനെ ഹീറോ ആയിട്ടുമാണ് കാണുന്നത്. അപ്പോൾ അവരെന്താണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചുണ്ടാവും മക്കളും ഭാവിയിൽ പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പം അതിനനുസരിച്ച് നല്ല രീതിയിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുക എന്നുള്ള ഒരു ഇതും കൂടെ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേ വെള്ളം ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എന്നുള്ളത് എനിക്കറിയാം. ഇച്ചുക്കുട്ടി ഒരിക്കൽ അത് പൊട്ടിച്ചതാണ്, അതുകൊണ്ട് പേടിച്ചിട്ട് പിന്നെ ഞാൻ വേഗം പണി കഴിയാത്ത നമ്മുടെ ഷെൽഫിൽ കൊണ്ടുവച്ചു. പിന്നെ അത് ഇപ്പം കണ്ടത് നമ്മുടെ എന്താണത്, പേരുകളൊന്നും കിട്ടുന്നില്ല ഗൈസ്, എന്തായിരുന്നു, നമ്മുടെ കിളിക്കൂട് ഭയങ്കര വലുതായിട്ട് സ്ക്വയർ ഫീറ്റൊക്കെ കൂടിയിട്ട് എനിക്ക് ചിലവ് കൂടുന്നു അതിൻ്റെ ഷീറ്റൊക്കെ വാങ്ങാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചെറുതാക്കാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഓർഡർ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റാഫ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ചുച്ചുക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഷൂട്ട് ചെയ്യണം എന്ന് അവൾ ഇങ്ങോട്ട് പറയും. അങ്ങനെ ഇതേ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ചിലു അങ്ങനെ ഇച്ചു ബേബി ദോശയാണ് കഴിച്ചത്. അതിനുശേഷം ദേ അവൾ പാൽ കുടിക്കാനും വേണ്ടി പാലാറാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ചുച്ചുക്കുട്ടി ഇതേ നാഷ്ട കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് സംഭവം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇച്ചു ബേബിയും കഴിക്കും, ഇപ്പോഴല്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വിശക്കും. ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അച്ഛാ സംസാരിക്കടാ. അയച്ചനെ സംസാരിപ്പിക്കണില്ലാന്ന് കംപ്ലൈൻറ്റ്. പക്ഷെ അയച്ചന് സംസാരിച്ചാലല്ലേ. സംസാരിക്കടാ അയച്ചാ. കുറച്ച് പേര് പറഞ്ഞു ആൺകുട്ടികളെ സംസാരിപ്പിക്കണില്ല, പെൺകുട്ടികൾ മാത്രം സംസാരിക്കണോന്ന്. അയച്ച വാടാ സംസാരിക്കടാ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. സുഖല്ലേ ചോദിക്ക് എല്ലാവർക്കും. ചോദിക്കടാ, ചോദിക്കടാ. നീ സംസാരിക്കടാ, നീ സംസാരിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് പോയാൽ മതി. സംസാരിക്കടാ, ചിരിക്കാനല്ല പറഞ്ഞത്. ഞാൻ സംസാരിക്കാറുണ്ട് പറയും. ക്യാമറേൻ്റെ മുമ്പിൽ സംസാരിക്കാൻ എനിക്ക് ഷൈ ആയതുകൊണ്ടാണ് പറയും. മടി, മാനക്കേട്. ഉമ്മിൻ്റെ അള്ള തന്ന ഗിഫ്റ്റ് ആരാണ്? നീ പറ. നീ അമ്മയ്ക്ക് അള്ള തന്ന ഗിഫ്റ്റ് ആരാണ്? അപ്പൊ ചുച്ചു ആരാണ്? ചുച്ചു അള്ള തന്ന മുത്ത്. ഇച്ചു ബേബിയോ? അള്ള തന്ന സ്വത്ത്. അയച്ചൻ ആരാണ്? പറയടാ. അമ്മ എങ്ങനെ അയച്ചനെ വിളിക്കുക? പറ. അമ്മൻ്റെ അള്ള തന്ന മുത്തല്. എങ്ങനെ പറയടാ. നീ സംസാരിക്കാണ്ടാവുമ്പോ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല വിചാരിക്കും എല്ലാവരും. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടോ നിന്നെ? പിന്നെന്താ നീ സംസാരിക്കാത്തത്? ഇനി വേണോ? എടുത്തോ. കുടിച്ചു നോക്ക് കുറച്ച്. അങ്ങനെയല്ല പിടിക്കാതെ, ഇപ്പൊ താഴെ വീഴിയാ റബ്ബി. ശരി.
ഇതേ അപ്പോഴേക്കും അല്ല, ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയൊരു പരിപാടിയാണ്. ഈ ഒരു കോർണറിൽ ഫുള്ള് ചെയറുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരൊരു ടെൻറ്റ് പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഇത് മാറ്റണ്ട കേട്ടോ, ഞങ്ങളുടെ വീടാണ്, ഞങ്ങളിനി ഇവിടെയാണ് ജീവിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിങ്ങനെ പരന്ന് കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ആദ്യം വിചാരിച്ച ഇവർക്ക് മുകളിൽ സെപ്പറേറ്റ് ഇങ്ങനെ എന്തെങ്കിലും ടെൻറ്റ് കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുക എന്നൊക്കെയാണ്. പക്ഷെ അവരെ മുകളിൽ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ആ ഒരു ഹാൻഡ് റെയിൽസ് ഭയങ്കര ചെറുതുപോലെയും കയറാൻ പറ്റുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ സൗണ്ട് മുകളിൽ കേട്ടാൽ പിന്നെ ഹാർട്ട് അവിടെ പുറത്തേക്ക് ചാടി അടിക്കുന്ന പോലെ ഉണ്ടാവും. അത്രയും പേടിയാണ്. പിന്നെ ഇതേ നമ്മുടെ ചുച്ചുക്കുട്ടി ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലൈക്കിൻ്റെ ആ ഒരു ഐക്കൺ കാണിക്കുകയാണ് കേട്ടോ, നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. പിന്നെ അതേ കിച്ചണിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സവാള കാര്യങ്ങളൊക്കെ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഇതിൽ വെക്കുന്ന പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ചെരിഞ്ഞ പോലെ തോന്നി. ഞാൻ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നതാണോ ഇല്ല ശരിക്കും ചെരിഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല, ചെരിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടാക്കിയ ആ ഒരു കൗണ്ടർ ടോപ്പ് ചെരിഞ്ഞതുകൊണ്ട് ഇതും ചെരിഞ്ഞു പോയതാണ്, ഇനിയിപ്പോൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അത്. പിന്നെ മുകളിൽ ഈ ഒരു സംഭവം ഇതുവരെയാണ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അരിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പോലെ ഒരു സംഭവം ഉണ്ടാക്കിപ്പിച്ചു. ഡോറൊക്കെ പഴയ തന്നെ നമ്മൾ വെച്ചു. എന്നിട്ട് ഉള്ളിൽ ഇതുപോലെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട്. ഇതിൽ നേരിട്ട് ഇങ്ങനെ അരി ഇടാനല്ല കേട്ടോ, ഇതിൽ അരി ബോക്സോ അല്ലെങ്കിൽ അരിച്ചാക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. അടിയിൽ വീലാണ്, അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ താങ്ങുന്ന വീലാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ താഴെ ഭാഗത്ത് നേരെ നിലത്ത് വെക്കുന്ന പോലെയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു ചട്ടം അടിച്ചതിന് ശേഷം നമ്മുടെ ഇതിൽ ബാക്കി വന്ന മൾട്ടിവുഡിൻ്റെ പീസസ് അടിയിൽ വെച്ച് കൊടുത്തു. ഇങ്ങനെ ഇടയിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായി കിട്ടിയല്ലോ. നമുക്ക് സാധനം നേരിട്ട് താഴെ വെക്കണ്ട. ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എല്ലാറ്റിലും അങ്ങനെ വെക്കാൻ പറ്റിയിട്ടില്ല. മുമ്പുള്ളത് കാണിച്ചാൽ ഇതുപോലെ ജസ്റ്റ് ഡോറ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്കൊക്കെ നമ്മളിങ്ങനെ ഓരോ ചട്ടം അടിച്ചിട്ട് നമ്മുടെ ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്ന മൾട്ടിവുഡിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതൊക്കെ നിലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ആ ഒരു തട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വൃത്തിക്കായി തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ. പിന്നെ ഗ്യാസ് സിലിണ്ടർ എന്താ ഇങ്ങനെ പുറത്തുനിന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടത്താൻ പറ്റില്ല, അത്രയും ഹൈറ്റ് കുറവായിട്ടാണ് കൗണ്ടർ ടോപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്ത് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യണം എന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഭയങ്കര വൃത്തികേടായിട്ടല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പുട്ടിയിട്ട് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് നമുക്കിപ്പോൾ വാഷിംഗ് മെഷീൻ ഇല്ലാത്തത് കൊണ്ട് വിട്ട് വെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നമ്മളിവിടെ ഫിക്സ് ചെയ്ത് ഇവിടെ ഒരു ഭംഗിയാക്കണം എന്നൊക്കെയുണ്ട്. അത്യാവശ്യം ഓരോ പണികളായിട്ട് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ കിളിക്കൂട് ഞാൻ ഈ ഫ്രണ്ടിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം മാറ്റിയിട്ട് എനിക്ക് ചെറുതാക്കി തരണം, എനിക്ക് അത്രയും പൈസ ഇപ്പോൾ മറ്റേ മേൽക്കൂരയ്ക്കൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹോളാക്കാം. ഒരുപാട് പേര് പറഞ്ഞു കുറേ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹോള് നല്ല ഭംഗിയായിട്ടുണ്ടാവും, ഇത് അങ്ങനെ ആക്കിക്കൂടെ, എന്തിനാ കിച്ചൺ ആക്കണമെന്നുള്ളത്. അങ്ങനെ അത് പ്രകാരം നമ്മൾ ഇതേ ഈ ഹോളാക്കി തന്നെ അങ്ങനെ വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതേ ജനലുകളൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ ജനലുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ചിലവാണ്. പിന്നെ ഇതേ ഞാൻ മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ട്സ് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അവർ ഡീറ്റെയിൽസ് അയച്ചു തരും. പിന്നെ അതിൽ കാറ്റലോഗ് ഉണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ ഏത് മോഡലിന് എന്തൊക്കെ പ്രൈസാണെന്നുള്ളതൊക്കെ അതിലുണ്ടാവും കേട്ടോ. നിങ്ങളുടെ എല്ലാവരും ഒരുപാട് പേരുടെ നല്ല സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള അറിയാം. ഒത്തിരി താങ്ക്സ് ഉണ്ട്. പൈസ ഉണ്ടാക്കുന്നു, വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കണമെന്ന് പറയുന്നവർ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്യാവശ്യം നല്ലോണം അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ബിസിനസ്സും കൂടി ഉണ്ട് കേട്ടോ.